കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിലും രാവിലെ അഴിച്ചു വിട്ടു. അഴിച്ചു വിടാതെയും പറ്റത്തില്ല. പിന്നെ നമ്മളങ്ങ് നോക്കി നിൽക്കും. അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. കാണാവുന്ന സ്ഥലത്തൊക്കെ വിടത്തുള്ളൂ. ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം അഴിച്ചു വിടും. കൺവട്ടത്തൊക്കെ കുറച്ച് നേരം അഴിച്ചു വിട്ടിട്ട് പിന്നെ പിടിച്ചിടാം. വേണ്ട, രാവിലെ കുറേ നേരം അഴിച്ചു വിട്ടു കോഴീനെ. എന്നിട്ട് നോക്കി നമ്മുടെ കാണാൻ നേരത്തൊക്കെ തന്നെ നിർത്തി. എന്നിട്ടിപ്പോൾ പിന്നെ ഇപ്പോൾ കയറ്റി വെച്ചു. അല്ലെങ്കിൽ ഇതിനൊരു പോംവഴി ഉണ്ടാക്കാതെ ഇനി അഴിച്ചു വിടുന്നത് വലിയ റിസ്ക്കാണ്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ മതി കൊണ്ടുപോകും. റേഷൻ കട മാവേലിയും തുറന്നിട്ടില്ല. 10 മണിയാകുമ്പോഴേ ഉറക്കത്തുള്ളൂ മാവേലി. റേഷൻ കടയില്ല. മുണ്ടക്കയം എത്തി. ചെറിയ ചാറ്റമഴയായിരുന്നു. കുറേ നേരം മാറി.
എട്ടുകാലി കടിച്ചത് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ട്. ഇച്ചിരി വിഷയമാണ്. അതുകൊണ്ട് അതിനുള്ളൊരു മരുന്ന് ഈ പറമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം എട്ടുകാലി കടിച്ചപ്പോൾ കഴിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ എല്ലാം അങ്ങ് കാട് പിടിച്ചുണ്ട്. ഇവിടെ എവിടെയോ നിൽപ്പുണ്ട്. അത് നോക്കി കിട്ടുവാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം. വേറെ എവിടെ അങ്ങനെ ഇത് കണ്ടിട്ടില്ല. താഴെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അതമ്മമാർ വെട്ടിക്കളഞ്ഞു. ഇവിടെ ഒരു ചെറിയൊരു സാധനം നിൽപ്പുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്തോന്ന് അറിയത്തുമില്ല. ഉണ്ട്. പോയി. ഇച്ചിരി വലിയ മരമായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു കഷ്ണമുണ്ട്. എൻ്റെ ഈ കിളിപ്പലയാണ് വേണ്ട. പങ്കുണ്ട്. ഇത് തന്നെ സാധനം. ഇതാ വേണ്ട. ഉണ്ടോ ഇതുപോലത്തെ കിളിപ്പുവാണ്. ഒരു ഭീകര സ്ഥലമായത്. ഇങ്ങോട്ട് വരാനും വലിയ പാടാ. നല്ല കിട്ടിയില്ല മൂർക്കം കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം പറിച്ച സാധനം ഒരു മരം. അത് ഈ മരം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് കുടജാദ്രിക്ക് കയറി പോകുമ്പോഴാണ്. ആ വഴിയിലെല്ലാം ഉണ്ട്. സാധാരണ ഇതുപോലുള്ള മലമ്പ്രദേശങ്ങളിൽ ഇത് കാണത്തുള്ളൂ. പക്ഷെ കുടജാദ്രിക്ക് പോകുന്നിടത്ത് ഒരുപാടുണ്ട്. നമ്മുടെ വീടിപ്പം ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് വനത്തിയിരിക്കുന്ന പോലെ. ഈ സാധനം നിനക്കറിയാമോ ഏതാണോ? ഈ അല്ല, ഒരു ഓർമ്മ ഉണ്ടാകാൻ വഴിയില്ല. എനിക്ക് പണ്ടങ്ങനെ അരച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. ഇത് കുടജാദ്രിക്ക് കയറി പോകുമ്പോൾ ആ സൈഡിൽ നിൽക്കുന്നില്ല മരം കുറേ ഇങ്ങനെ. ബദാമാണ് നമ്മൾ. അല്ല, ബദാമല്ല, എന്നാ എന്നാ കപ്പൽമാവ് പോലെ നിൽക്കത്തില്ലേ? ആ, കറയില്ല, കപ്പലാവ് പോലെ കുടജാദ്രി കയറി പോകുമ്പോൾ നിൽക്കുന്നില്ല. നോക്കാം. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് മാറിയത് എനിക്ക്. തൽക്കാലം അല്ലോ, അന്ന് ഫുള്ളായിട്ട് മാറിയല്ലോ. ഇത് വേറെ വിഷകാരിയെ കണ്ടെന്ന് അവിടെ ചെന്ന് പറയുമ്പോൾ പുള്ളി തരുന്ന മരുന്ന് ഉള്ളി കഴിച്ചാലേ അത് പോവുള്ളൂ. അല്ലെ വീണ്ടും വീണ്ടും വന്ന് വല്യമ്മായിക്ക് ഇങ്ങനെ വന്നിട്ട് വല്യമ്മായി അതെല്ലാം എട്ടുകാലി ഒരുപോലെ അവർ തന്നെ ചികിത്സിച്ചത്. എട്ടുകാലി കടിച്ചിട്ട് അറിയോ? തലയിലെന്ത് പാലൊക്കെ തളം വെച്ച് പാവും. തേങ്ങാപ്പാലോ? പിന്നെ അമ്മ വന്നാലേ നമുക്ക് പറ്റുള്ളൂ. ഇനി താമസിച്ചൊന്നും കൊച്ചോ എന്നാ പറ്റി? എവിടെ പോവാതെ? അതിനാ എന്നാ സ്പ്രേ അടിച്ചേ? എവിടുന്ന? പഴയതെടുത്തു. പഴയ മണമില്ലേ? അതല്ലേ പറഞ്ഞേ. ആ മൂത്തത്
ഗോതമ്പ് എന്നാത്തിന് എടുക്കുന്നത്? എന്നെ കണ്ടത് എക്കിളി പറിച്ച് വെച്ചിരിക്കാം. ഇപ്പൊ തൂത്തിട്ടു പോയതേ ഉള്ളൂ ഞാൻ. നമുക്ക് എഴുത്ത് വരുമ്പോ ഗോതമ്പ് വെച്ച് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശ, നല്ല ഗോതമ്പ് ദോശയും ചമ്മന്തിയും റെഡി. എനിക്ക് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശയും ഗോതമ്പ് പൊടി വെച്ചിട്ടാടി ഗോതമ്പ് ദോശ ഉണ്ടാക്കണോ? പോന്നില്ലോ. അമ്മ അമ്മ നമുക്ക് ഇന്ന് എഴുത്ത് വരുമ്പോ ഗോതമ്പ് ദോശയും ചമ്മന്തിയും. ദൈവമേ, ഇതെന്നതാ? ഞാൻ അവിടെ വെച്ചല്ലേ ഇത്? എന്നുള്ളല്ലേ പാവാണ് വന്നില്ലേ? വർഷത്തില്ലേ അയ്യോ അല്ല, സെക്കൻഡ് ടൈമില് ശ്യാമളമ്മേനായിരുന്നു നോക്കാനായിട്ട്. ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെച്ചാലും എടുത്തിട്ട് ഇപ്പൊ ബുക്ക് എടുത്ത് കയറിയ അടിച്ചതിന്റെ ആവശ്യത്തിന് പേനുണ്ട്. എടുത്തൊക്കെ കൊല്ലുന്ന ഞാൻ കണ്ടു. ശ്യാമളമ്മക്കൊണ്ട് എല്ലാരും മതി. നിങ്ങളുടെ ക്ലാസ്സിലോ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോടി? പിള്ളേർ വല്ല ആബ്സെന്റ് ആവുമോ? ഇന്ന് ടീച്ചർ വന്ന് പറഞ്ഞു. ഞാൻ ഒരു സംഭവം സജസ്റ്റ് ചെയ്യണമെന്നുണ്ടായത്. പി ടി എ മീറ്റിംഗ് ചെല്ലുമ്പോ അമ്മ പറഞ്ഞ പോലെ തന്നെ സെയിം സാധനം അവിടെ നടത്തി. ഞാൻ പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞില്ല. പി ടി എ മീറ്റിംഗ് വരട്ടെ എന്ന് ഓർത്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പറ്റി പുള്ളിക്കാരി ഇപ്പം ഒരു 10 എത്ര മണിയാകുമ്പോ ഇന്ന് ആബ്സെന്റ് ആയവരെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഇടും ഇത്ര പിള്ളേര്. ഞാൻ പറഞ്ഞത് ഉച്ച കഴിഞ്ഞപ്പോഴാണോ ഇവിടെ മറക്കുന്ന സഹോദരൊക്കെ. പക്ഷെ ആബ്സെന്റ് ആയ ഇത്ര പേര്. അപ്പൊ അറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങും ഓരോന്നൊക്കെ. സ്കൂളിൽ ചെല്ലുന്നുണ്ടോന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ പിള്ളേര്. എന്തേലും അതാ ചോദിച്ചു നിങ്ങളുടെ സ്കൂളിലോ വല്ല സംഭവം ഉണ്ടായിരുന്നു? ഇപ്പൊ ആബ്സെന്റ് ആയവരുടെ പേരുണ്ട്. വീട്ടിലുള്ളവര് നോക്കുമ്പോ ഇന്ന് എത്ര പേരാ? ചിലപ്പോൾ വീട്ടിൽ ഇറങ്ങിയതൊക്കെ കാണുമായിരിക്കും. ഇവരെ ക്ലാസ്സിലാണോ? അല്ല, മൊത്തത്തിലായിരിക്കും. ക്ലാസ്സിൽ വെച്ച് ഇവരല്ലേ വലിയ പിള്ളേർ. അതാ ഞാൻ ഇവരോട് ചോദിച്ചേ. കമ്മൽ ആര് പിടിച്ചു കൊടുത്താ? ഏടി കമ്മല്? അറിയത്തില്ലായിരിക്കും റോസ് കമ്മല്. അടക്കപ്പൊടി ഇട്ടാൽ തീട്ട മൊത്തം അതിനകത്ത് തന്നെ നടക്കും. കോഴിക്കാട്ടം അതിപ്പം ഇപ്പം തന്നെ ആ ചാക്കിട്ടേക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ട്. അത് മാറ്റണ്ട. ശരി, ശ്യാമള ഇപ്പം തുണി ഒന്നും എടുത്തോണ്ട് പോകുന്നില്ലേ? ഞാൻ എടുത്ത് വെച്ചാ ഇത് മാത്രം തോരാനുണ്ട്. കല്ല് പറിച്ച് എറിയൊന്നും ചെയ്തേക്കത്. പട്ടിയെ ഒരു പരീക്ഷണം. കറിയൊക്കെ തീർന്നായിരുന്നു. എന്നാൽ പിന്നെ കറി ഇല്ലാതെ ഒരു ചൊരം. അയ്യോ പോയ മൊത്തം. കറിയൊന്നും അല്ല, ഇത് വേറൊരു ചെറിയ പരിപാടി. ചോറ് ഉണ്ടായിരുന്ന സാധനം, പരിപ്പ്, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചോറിടാം. എന്താ ചോറാ? എനിക്കൊന്നും വരത്തില്ല. നീ ഒരു പേരിട്ടോ. പിന്നെ എടി നാളത്തേന് ചാരാനിക്ക് ചോറ് വെക്കണമെന്ന് ചോദിച്ചേ. രാവിലത്തേന് തിളപ്പിച്ചു വിട്ടാൻ ചോറ് വെക്കണമെന്ന് ചോദിച്ചേ. അങ്ങനെ ഉണ്ടേ. മൂന്ന് പ്രാവശ്യം നിന്നിട്ട് നാലാമത് ഇനിയും കൊടുക്കാൻ. എന്നിട്ട് പോകാൻ പറയേ അവളോട്.
രാത്രിയായപ്പോൾ ന്യൂനമർദ്ദം തിരിച്ചു വന്നെന്ന് തോന്നുന്നു. അറബിക്കടലിലോട്ട് പോയെന്നാണ് പറഞ്ഞ കേട്ടെ. ആ കാലം തിരിച്ച് വീണ്ടും കര കയറിയോ? അതിലോട്ട് ചെറിയ മൂടലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മഴ പെയ്യാനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുറച്ചും പോയി നല്ലതായിട്ട് ചന്ദ്രനെ കാണാമായിരുന്നു. ഇപ്പം ദേ എല്ലാം പോയി മൂടി കെട്ടി മഴ. പെട്ടെന്ന് മാറി. അത്യാവശ്യം ഒന്ന് തണുപ്പിക്കാനുള്ളൊരു മഴ.